സാങ്കേതിക വികസന രംഗത്ത് വ്യത്യസ്തമായ ഒരു ചുവടുവയ്പ്പിനൊരുങ്ങുകയാണ് സംസ്ഥാന ടൂറിസം വകുപ്പ്. ടെക്നോളജി രംഗത്തേക്ക് കടന്നുവരുന്ന യുവജനതയുടെ സർഗാത്മകത പ്രോത്സാഹിപ്പിക്കുന്നതിനും നൂതനാശയങ്ങൾ പരസ്പരം പങ്കിടുന്നതിനും സംരംഭങ്ങൾ വളർത്തുന്നതിനുമായി സംസ്ഥാനത്തെ ജില്ലകൾ തോറും ഫ്രീഡം സ്ക്വയറുകൾ എന്ന സ്വതന്ത്ര ഇടങ്ങൾ സജ്ജമാക്കുന്ന പുതുപദ്ധതിയാണ് ഇതിന്റെ ഭാഗമായി നടപ്പാക്കാൻ ഒരുങ്ങുന്നത്. കേരള സ്റ്റാർട്ടപ്പ് മിഷനുമായി സഹകരിച്ചാണ് ടൂറിസം വകുപ്പ് ഈ പദ്ധതി ആവിഷ്കരിക്കുന്നത്. ഓരോ ജില്ലയിലും ഓരോന്ന് വീതം ഫ്രീഡം സ്ക്വയറുകളാകും ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി സ്ഥാപിക്കുക. വിദ്യാർത്ഥികൾ, വ്യവസായ പ്രമുഖർ, നിക്ഷേപകർ എന്നിവർക്ക് ഇത്തരം നൂതന കേന്ദ്രങ്ങളിൽ ഒത്തുകൂടി ആശയവിനിമയം നടത്താനും അതിലൂടെ തങ്ങളുടെ ആശയങ്ങൾ പങ്കിടാനും കഴിയുന്ന ഒരു സഹകരണ അന്തരീക്ഷം ഒരുക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. സ്ത്രീ സൗഹൃദ ഹബ്ബുകൾ, തൊഴിലിടങ്ങൾ, സൗജന്യ ഭക്ഷണം, അതിവേഗ ഇന്റർനെറ്റ്, താമസ സൗകര്യം എന്നിവയെല്ലാം ഉൾപ്പെടുത്തിയാകും ഫ്രീഡം സ്ക്വയറുകൾ യാഥാർത്ഥ്യമാക്കുക. തിരുവനന്തപുരത്ത് ടെക്നോ പാർക്ക് 4th ഫേസിന് സമീപം ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള ക്യാമ്പസിന് പിൻഭാഗത്തായാണ് സംസ്ഥാനത്തെ ആദ്യ ഫ്രീഡം സ്ക്വയർ സ്ഥാപിക്കുക. ഇതുകൂടാതെ ഈ സാമ്പത്തിക വർഷം തന്നെ സംസ്ഥാനത്ത് 2 ഫ്രീഡം സ്ക്വയറുകൾ കൂടി സ്ഥാപിക്കുമെന്ന് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ CEO അനൂപ് അംബിക വ്യക്തമാക്കി. ഇത്തരം കേന്ദ്രങ്ങൾ അടിസ്ഥാനപരമായി ഇന്നൊവേഷൻ ആൻഡ് എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് സെന്ററുകളുടെ ജില്ലാതല കേന്ദ്രമായിട്ടാകും പ്രവർത്തിക്കുക. സംസ്ഥാനത്തെ വിദ്യാർത്ഥികളുടെയും സാങ്കേതിക രംഗത്ത് സമാന ആശയക്കാരായ യുവാക്കളുടെയും ഇടയിൽ സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ഒരുക്കുന്ന പരിപാടികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതിയാണ് ഫ്രീഡം സ്ക്വയർ. അനൂപ് അംബിക പറയുന്നു. ടെക് സംരംഭക സ്വപ്നങ്ങളുള്ള യുവതി യുവാക്കൾക്ക് പ്രമുഖ നിക്ഷേപകരുമായും മറ്റ് കോർപ്പറേറ്റുകളുമായും സഹകരിക്കാനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനൊപ്പം അവരുടെ ആശയങ്ങൾ പ്രാവർത്തികമാക്കാനും കേരള സ്റ്റാർട്ടപ്പ് മിഷൻ അഥവാ KSUM സഹായിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഫ്രീഡം സ്ക്വയർ പദ്ധതി നടപ്പാക്കുന്നതിനായി വൻകിട കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിൽ നിന്നും അവരുടെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമായി നിക്ഷേപം ആകർഷിക്കാനും KSUM-ന് പദ്ധതിയുണ്ട്. സാങ്കേതിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ആശയങ്ങൾ പങ്കുവയ്ക്കാനും വളർത്താനും കഴിയുന്ന ഇത്തരമിടങ്ങൾ സംസ്ഥാനത്ത് ഇതുവരെയും ഇല്ലായിരുന്നു. അതിനാൽ തന്നെ ഫ്രീഡം സ്ക്വയറുകളുടെ വരവ് ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അത് അനുഗ്രഹമായി തീരും. ഈ രംഗത്തുള്ളവർക്ക് ചർച്ച ചെയ്യാനും ആശയങ്ങൾ വികസിപ്പിക്കാനും ഇത്തരം സ്വതന്ത്ര ഇടങ്ങൾ വഴിയൊരുക്കും. ടെക്കികളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന പ്രതിധ്വനി സംഘടനയുടെ സംസ്ഥാന കൺവീനറായ രാജീവ് കൃഷ്ണൻ അഭിപ്രായപ്പെടുന്നു. കേരളത്തെ അന്താരാഷ്ട്ര വൈജ്ഞാനിക കേന്ദ്രമാക്കി മാറ്റുന്നതിനെ കുറിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടുത്തിടെ പ്രതിപാദിക്കുകയുണ്ടായി. അതിനായുള്ള വലിയ ശ്രമങ്ങളുടെ ഭാഗമാകാൻ സംസ്ഥാനത്തുടനീളം തുടക്കം കുറിക്കാനൊരുങ്ങുന്ന ഫ്രീഡം സ്ക്വയറുകൾ എന്ന നൂതന ആശയാവിഷ്കാരത്തിന് സാധിക്കും. സംസ്ഥാനത്തെ യുവതലമുറയ്ക്ക് സാങ്കേതിക ലോകത്തെ സംരംഭക സാധ്യതകൾ തുറക്കാൻ ഫ്രീഡം സ്ക്വയറുകൾ എന്ന സ്വതന്ത്രമിടങ്ങൾക്ക് കഴിയുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. വാർത്തയുടെ നിറം തേടി തനിനിറം.